ബി.ജെ.പി. അംഗത്വമെടുത്ത വൈദികനെതിരെ നടപടിയുമായി ഓർത്തഡോക്സ് സഭ. ഫാദർ ഷൈജു കുര്യനെ നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറിയുടെ ചുമതലകളിൽ നിന്നും സഭ നീക്കി. ഷൈജുവിന് എതിരെ ഉയർന്ന പരാതികളും ആരോപണങ്ങളും അന്വേഷിക്കാൻ ശുപാർശ ചെയ്യാനും ഭദ്രാസന കൗൺസിൽ തീരുമാനിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു. ശശി, ഫാദർ ഷൈജുവിന്റെ അംഗത്വം നേരത്തെ തന്നെ ചർച്ചയായിരുന്നു. സഭ ആവശ്യപ്പെട്ടാൽ താൻ പിൻവാങ്ങും, സഭയാണ് തനിക്ക് ഏറ്റവും വലുത് എന്ന പ്രതികരണം നേരത്തെ തന്നെ ഷൈജുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. പക്ഷേ സഭ കടുത്ത നടപടികളിലേക്കാണോ കടക്കുന്നത്? അഭിലാഷ്, അത്തരത്തിൽ തന്നെ വേണം നമുക്ക് ഈ കൗൺസിലിന്റെ തീരുമാനത്തെ വിലയിരുത്താൻ. കാരണം ഷൈജു കുര്യൻ, ഫാദർ ഷൈജു കുര്യൻ കഴിഞ്ഞ ദിവസം ബി.ജെ.പി. പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഈ അംഗത്വം സ്വീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ വിവാദവും വിമർശനങ്ങളും ഈ ഷൈജു അച്ഛന്റെ അംഗത്വവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ നിലയ്ക്കൽ ഭദ്രാസന കൗൺസിലിന്റെ ഒരു തീരുമാനപ്രകാരം സഭയുടെ എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും ഷൈജു കുര്യൻ അച്ഛനെ മാറ്റി നിർത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് നിലയ്ക്കൽ ഭദ്രാസന സൺഡേ സ്കൂൾ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് മറ്റു വൈദികരെ നിയമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 56ാമത് നിലയ്ക്കൽ ഭദ്രാസന കൺവെൻഷൻ ഭദ്രാസന കൗൺസിലിന്റെ ചുമതലയിൽ നടത്താൻ തീരുമാനിച്ചു. സെക്രട്ടറിയൊക്കെ അതിന്റെ മുഖ്യമായ ചുമതല വരേണ്ട ആളാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അത് ഭദ്രാസന കൗൺസിലിന്റെ തീരുമാനത്തിൽ ചുമതലയിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷൈജു കുര്യൻ അച്ഛനെ സംബന്ധിച്ച് ലഭിച്ച പരാതികൾ, ഈ അംഗത്വവുമായി ബന്ധപ്പെട്ട ചില പരാതികൾ, വിമർശനങ്ങൾ, ആരോപണങ്ങൾ ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം അന്വേഷിക്കാൻ ഒരു പ്രത്യേക കമ്മീഷനെ നിയമിക്കാനും തീരുമാനമുണ്ട്. കാത്തോലിക്ക ബാബ തിരുമേനയോട് ഇത് സംബന്ധിച്ച് അപേക്ഷിക്കാനും അത് പറഞ്ഞ് ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താനും ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ ഈ കമ്മീഷൻ അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകാനുമാണ് ഇപ്പോൾ കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. എന്തായാലും ഷൈജു കുര്യനെതിരെ ഓർത്തഡോക്സ് സഭയുടെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു എന്ന് വേണം നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാനുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. എന്തായാലും അത്തരത്തിലുള്ള തീരുമാനം തന്നെയാണ് ഇപ്പോൾ കൗൺസിൽ തീരുമാനം എടുത്തിട്ടുള്ളത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ശശിനാരായണൻ നൽകിയത്.